തൈറോയ്ഡ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴുത്തിലുണ്ടാകുന്ന മുഴകൾ നമ്മൾ പറഞ്ഞു, വായിലും തൊണ്ടയിലും ഉണ്ടാകുന്ന ക്യാൻസറിൽ കഴലുകളായിട്ടായിരിക്കും വരിക. അതുപോലെ തൈറോയ്ഡ് ക്യാൻസർ നമുക്കറിയാം, തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് കഴുത്തിൻ്റെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥി നോർമലി തന്നെ അല്ലാതെ ചില ആളുകൾ തടിക്കാം, ഗോയിറ്റർ എന്ന് പറയും അല്ലേ. അങ്ങനെ ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലാതെ തന്നെ ഇതിലേക്ക് ക്യാൻസറും വരാനുള്ള സാധ്യതയുണ്ട്. പാപ്പിലറി ക്യാൻസർ, ഫോളിക്കുലർ ക്യാൻസർ, അങ്ങനെ മെഡുലറി കാർസിനോമ, അങ്ങനെ കുറേ ടൈപ്പ് ക്യാൻസേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സാധാരണഗതിയിൽ കൂടുതലായി കാണപ്പെടുന്ന പാപ്പിലറി ഫോളിക്കുലർ ക്യാൻസേഴ്സ് ഒക്കെയാണ്. അത് എങ്ങനെ കണ്ടെത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും മുഴകൾ പോലെ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറെ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാനോ വേറെ എന്തെങ്കിലും CT സ്കാനോ എന്തെങ്കിലും സ്കാൻ ചെയ്തിട്ട് ഇവിടെ മുഴകളുടെ ഒരു ഷേപ്പ് നോക്കും. സംശയം തോന്നുന്ന മുഴകൾ അവർ FNAC എടുത്ത് നോക്കും. അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും ഇത് ക്യാൻസർ ആണെന്നുള്ളത്. ഇനി പാപ്പിലറി ഫോളിക്കുലർ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുക, സർജറി. ഇങ്ങനെ മുഴ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ സർജറി ചെയ്ത് തൈറോയ്ഡ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അവിടെ പോയിട്ട് പാപ്പിലറി ഫോളിക്കുലർ ക്യാൻസേഴ്സിൽ റേഡിയോ അയോഡിൻ സ്കാൻ ശരീരത്തിൻ്റെ ചെയ്ത് നോക്കും. അങ്ങനെ എന്തെങ്കിലും ക്യാൻസർ പോലെ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ബാക്കി അതിൻ്റെ കോശങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ റേഡിയോ അയോഡിൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു തെറാപ്പിയും കൂടി നൽകുന്നതാണ്.